അന്ന മാനവ ശരീരം പോലെ തിരിച്ചു മടങ്ങുമ്പോ ഈ മണ്ണിൽ അഭിമാനത്തോടെ ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ തക്കവണ്ണം ഇവിടുന്ന് മടങ്ങാനുള്ള യോഗവും ഭാഗ്യവും ഞാൻ തന്നിട്ടുണ്ട്. ശേഷം ഇനി പയ്യാനം പറയാനുള്ള നേരവും കാലവും ഇല്ലല്ലോ ഇനി അല്ലേ. പൂർണ്ണഭാവത്തിൽ എന്റെ വയനാടെന്നിരിക്കുന്ന ചിന്തയോടും കൂടെ തക്കവണ്ണം ഒക്കെ തക്ക കഴുത്ത ദേവനാഥ ഞാൻ അല്ലേ. പിന്നത്തെ യാത്രയാവുമ്പോ ഒറ്റക്ക് പോയത് വന്നതെങ്ങനെ ആദ്യത്തേത് ഞാനല്ലേ അല്ലേ. എന്റെ പ്രസ്ഥാനത്ത് ഇവിടെ വന്നിരുന്നത് ഞാനല്ലേ അല്ലേ. ഇവിടെ നിന്ന് എന്റെ ആറിന്റെ കരയിൽ പോയിരുന്നത് ഞാനല്ലേ അല്ലേ. വയനാടെന്നിരിക്കുന്ന പട്ടുവള വഷിയിട്ട് കൽപ്പിക്കുന്ന കാലത്തും ചെറുക്കം കൈയെടുത്തു ഒക്കത്തക്ക ജാനും കൈയെടുത്തു എന്നല്ലേ. മുൻപിൽ ഞാൻ തന്നെയല്ലേ എപ്പോഴും യാത്ര തിരിക്കേണ്ടത് അല്ലേ. മാർഗദർശിയായിട്ട് തക്കവണ്ണം മുൻപിൽ നടന്നു. അതേ പ്രകാരം ഇവിടെ ഈ അല്ലേ ഇതെന്റെ കടലോട് കണ്ണപുരം എന്നതിലുപരി ഇവിടെ മറ്റൊരു താമസയുണ്ട് അല്ലേ. ഈ വൃക്ഷത്തിനും ഈ തറക്കും യോജിച്ചിരിക്കുന്നൊരു താമസയുണ്ട്. അതാർക്കും അറിയില്ല അല്ലേ. അനവധി ആൾത്തരങ്ങളൊക്കെ അറിയില്ല. നീ ഇവിടെ ശീലിച്ചുകൊണ്ട് അറിയുന്നല്ലേ ഇരിക്കുന്നത് അല്ലേ. ആ വൃക്ഷം പരമ്പത്തിലായിരുന്നു അല്ലേ. പൂർവകാലാചാരവിധി ഇന്ന് എന്റെ മഹാസന്നിധിയായിരിക്കുന്ന ഈ ആരൂഢത്തിനകത്ത് ദേവസാന്നിധ്യം കൊണ്ട് എന്റെ കലരാടിമാരിലൂടെതായിരിക്കുന്ന കർമ്മം കൊണ്ടും ഇത് എല്ലാവരുടെയും ഒരുമയാണല്ലോ ഈ പൂർണ്ണത. ഇല്ല എവിടെയാ ഒരു മരം കൊണ്ട് കാവാവുക ഇല്ല. ഒരുപാട് മരങ്ങൾ പലവിധത്തിൽ ഒത്തുചേരണം അല്ലേ. അങ്ങനെ ഒത്തുചേർന്നു അതിവിശേഷമാ മംഗളകർമ്മം പൂർത്തീകരിച്ചു പ്രയാസങ്ങളൊന്നുമില്ലാതെ. അതല്ലേ അവിടുത്തെ വിശേഷം അല്ലേ. ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഇത് പരിശോധമായിട്ട് തക്കവണ്ണം പര്യവസാനിച്ചിട്ടുണ്ട് ഇപ്പോഴും. പിന്നെ ഞാനും കൂടി യാത്രയാവണം അല്ലേ. യാത്ര തിരിക്കേണ്ട വേഗതയുണ്ട് എനിക്ക്. എന്തുകൊണ്ട് എന്റെ നയനാറ് ഞാനെന്നിരിക്കുന്ന വഴിയിൽ യാത്ര തിരിക്കുന്ന വഴിമധ്യേ കാത്തിരിക്കുമല്ലോ അല്ലേ. നയനത്തിന് പ്രതിഭയില്ലാതെ മനുഷ്യൻ അല്ലേ എന്ത് ചെയ്യും. ഒരു കൈസഹായത്തിനൊരു ആളെ കൂട്ടുമല്ലേ. അതുപോലെ എന്റെ നയനാർക്ക് കൈസഹായത്തിന് ഞാൻ എത്തണ്ടേ. പാടിയിലേക്കുള്ള യാത്രയല്ലേ. ഈ മുതല കയറി പാല കയറിയിട്ട് വേണ്ട പോവാൻ. എവിടെയെങ്കിലും കല്ലിലോ മരത്തിലോ തടഞ്ഞിട്ട് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് പുടുങ്ങനെ ഒക്കത്തക്ക ഞാൻ കയ്യെടുക്കുന്നത്. പയ്യാരം പറയാൻ നേരമില്ല. പറയണമെന്ന് ആഗ്രഹമുണ്ട്. പറഞ്ഞാലും തീരാത്ത കഥകളും കാര്യങ്ങളും ഉണ്ടല്ലോ ഇവിടെ അല്ലേ. അതൊക്കെ പറയാൻ ഇനി അവസരങ്ങളും അനുകൂലമായ അവസ്ഥകളും ഉണ്ട്. ഇനിയും പ്രാർത്ഥനകളുണ്ടോ ഇതകത്ത് അല്ലേ. ഇപ്പോഴേ ഉത്സവാരംഭകാലത്ത് ചേർത്ത് വെച്ചതുപോലെ എല്ലാവരും ഒത്തുചേർന്ന് ഈ മഹാദേവ സന്നിധിയിൽ നിന്നും മഹാദേവൻ അല്പമായിട്ട് തക്കവണ്ണം യാത്ര തിരിക്കുമ്പോൾ അല്പമായ പുഷ്പാർച്ചനയും അല്ലേ നാമങ്ങളും വാദിഗീത ഘോഷങ്ങളും